യുകെയിൽ ഞങ്ങൾ പോയ ഒരു അടിപൊളി സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞങ്ങൾ 5 പേര് ചേർന്ന് 5 ദിവസം കൊണ്ട് 2000 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് പോയ 5 ദിവസത്തെ സ്കോട്ട്ലൻഡ് യാത്രയുടെ 4ാം ദിവസമാണ് നിങ്ങളെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇൻവർനസ് എന്ന് പറഞ്ഞൊരു ടൗണിൻ്റെ അടുത്ത് നിന്നാണ്. ആദ്യം നമ്മൾ പോകുന്നത് മുറിടൗൺ ബേസിൻ മറീന എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ്. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് ലോക്നസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ അടിപൊളി ഒരു ക്രൂയിസിന് വേണ്ടിയിട്ടാണ്. ആ ക്രൂയിസിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഉറുക് കാസിൽ എന്ന് പറഞ്ഞ അടിപൊളി ഒരു കാസിൽ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യുകെയിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ കണ്ടുള്ള ഒരു കേബിൾ കാർ യാത്രയ്ക്കാണ് നമ്മൾ പോകുന്നത്. അവസാനം നമ്മൾ നെപ്റ്റ്യൂൺ സ്റ്റെയർകേസ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി എഞ്ചിനീയറിംഗ് മാർവലും കണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ നമ്മൾ ഐലോസ്കയിൽ നിന്ന് ഇൻവർനസിലേക്ക് വൈകിട്ട് തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റേ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഇൻവർനസിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. രാവിലെ ഏകദേശം ഞങ്ങളൊരു 8 മണിയോട് കൂടെ തന്നെ ഈ മുറിടൗൺ ബേസ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നമ്മളെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തത് നമ്മളധികം കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻവർനസിൻ്റെ സൈഡിൽ ചേർന്ന് നടക്കുന്ന കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണിത്. ഈ ഒരു കനാൽ പണിതത് 1803 മുതൽ 1822 വരെ 18 വർഷം എടുത്ത് പണിത ഒരു അടിപൊളി കനാലാണ്. അപ്പോൾ ഈ കനാൽ ആദ്യം പണിതത് ഷിപ്പുകളും ബോട്ടുകൾക്കും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഷിപ്പുകൾക്ക് ഡോക്ക് ചെയ്യാനുള്ള സ്പേസ് അല്ലെങ്കിൽ അതിനുള്ള ഡെപ്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പ്രൈവറ്റ് യാച്ചറ്റുകളും അതേപോലെ തന്നെ ചെറിയ ബോട്ടുകളും അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബോട്ടുകളും ഒക്കെ ഡോക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മുറിടൗൺ ബേസിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെന്നാൽ ഒരുപാട് അടിപൊളി യാച്ചറ്റുകളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന പ്രൈവറ്റ് യാച്ചറ്റുകൾ പാർക്ക് ചെയ്തേക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതിനടുത്ത് ഇന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഇവിടെ നിന്ന് എൻജോയ് ചെയ്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരു കനാൽ സെറ്റുകൾ തന്നെയുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് തട്ടുകളാണ്, അതായത് 29 ലോക്കുകൾ ഈ ഓരോ ഹൈറ്റിൽ നിന്ന് താഴത്തെ ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ലോക്കുകളുണ്ട്. ഇവിടെ 106 അടി താഴ്ചയിലേക്ക്, അതായത് 106 അടി ഉയരത്തിലേക്കും 106 അടി താഴ്ചയിലേക്കും ഈ ഷിപ്പുകളെയും ബോട്ടുകളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും ഒരു ഹൈറ്റ് അച്ചീവ് ചെയ്യുന്നത് പല പല ലെവൽസിലായിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബോട്ട് ഇപ്പോൾ ഒരു ലെവലിനകത്ത് ഒരു ലോക്കിനകത്താണ് അവർ അതിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കയറ്റിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ക്ലോസ് ചെയ്യും. എന്നിട്ട് താഴത്തെ വെള്ളത്തിൻ്റെ ലെവലിൻ്റെ അത്രയും വെള്ളം കുറയ്ക്കും. എന്നിട്ട് ഫ്രണ്ടിലത്തെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ആ താഴത്തെ വെള്ളത്തിൻ്റെ ലെവലിലോട്ട് ഈ ബോട്ടിന് കയറാനും മുന്നോട്ട് പോകാനും സാധിക്കും. അങ്ങനെ വെള്ളം മൊത്തത്തിൽ കുറയാതെ തന്നെ ഇത്രയും ഹൈറ്റിലുള്ള അല്ലെ 100 അടിക്ക് മുകളിൽ നിൽക്കുന്ന കനാലിൽ നിന്ന് താഴേക്ക് കടലിലേക്ക് ഈ ബോട്ടുകളെയും അതേപോലെ ഈ ആച്ചറ്റുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിസ്റ്റമാണ്. നല്ല രസമാണ്. ഈ ഒരു എഞ്ചിനീയറിംഗ് മികവെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാഴ്ച തന്നെയാണ്. അതും 200 വർഷങ്ങൾക്കൊക്കെ മുമ്പ് പണിതായതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു ബ്യൂട്ടി തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ആളുകൾ ചിന്തിച്ചിരുന്ന രീതികളൊക്കെ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇവിടെ ട്രാവൽ ക്രൂയിസസുകളും പ്രൈവറ്റായിട്ടുള്ള ക്രൂയിസസും ഉണ്ട്. അതേപോലെ തന്നെ പബ്ലിക്കായിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ക്രൂയിസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ യാത്രകളെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വന്നത് ലോക്നസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ക്രൂയിസിന് വേണ്ടിയിട്ടാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ലോക്നസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇൻവർനസിന് തന്നെ അടുത്തുള്ളൊരു ലൊക്കേഷനിലാണ്. ഈ ലോക്നസ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. അപ്പം അവിടേക്കുള്ളൊരു ക്രൂയിസാണ്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്രൂയിസാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഇവർ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് ഇവരുടെ ലൊക്കേഷനിൽ വന്നിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്യും. ഇവിടെ ഒരുപാട് സൂനിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഇവരുടെ വണ്ടി വന്നിട്ട് നമ്മളെ കളക്ട് ചെയ്യും. നമ്മളെ പിക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ദൂരത്തിൽ നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ക്രൂയിസ് എവിടെയാണോ ആ ക്രൂയിസിൻ്റെ ലൊക്കേഷനിൽ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ നമ്മളെ എത്തിക്കും. അവിടെ നമ്മളെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ക്രൂയിസിനകത്ത് കയറാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈ ക്രൂയിസ് തുടങ്ങുവാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ ചുറ്റുള്ള കാഴ്ചകൾ കാണാനും നല്ല രസമാണ്. ഇത് സ്കോട്ട്ലൻഡിലെ 2ാമത്തെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്കാണ്. 56 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. അല്ല, ഇത് പടർന്ന് കിടക്കുന്ന അത്രയും വലിയ ഏരിയയിലാണ്. അതുമാത്രമല്ല ഇതിനൊരു ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 450 അടി താഴ്ചയാണ്. ഇതിന് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് 750 അടി താഴ്ചയാണ്. ആലോചിക്കാൻ പോലും പറ്റത്തില്ല. 750 അടി താഴ്ചയിലുള്ള വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം ഇവിടെ നല്ല കാഴ്ചകളാണ്. പക്ഷേ ഒറ്റ പ്രശ്നം മാത്രം, എടുത്ത് വെള്ളം കണ്ടാൽ കുറച്ച് കറുത്ത കളറിലാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഒരുപാട് ഡെപ്ത് ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പം അത് പക്ഷേ സ്റ്റിൽ ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. അപ്പോൾ ഈ ക്രൂയിസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ക്രൂയിസാണ്. നമുക്കിതിൻ്റെ മുകളിലും താഴെയും അകത്തും ഒക്കെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കണ്ട വീഡിയോയ്ക്കകത്ത് ഫ്രണ്ടിനകത്ത് ചെറിയ സ്റ്റിയറിംഗ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വീഡിയോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ സാധിക്കും. എന്തോ കംപ്ലയിൻറ്റ് കാരണം
കാരണം അതെല്ലാം ഒരു മൂടിയിട്ടേക്കുവാണ്. പക്ഷേ സ്റ്റിൽ അടിപൊളി ഒരു ക്രൂസ് ഷിപ്പാണ്. നമുക്കിതിനകത്തിരുന്നത് ഞങ്ങൾ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഏറ്റവും ബാക്കിലെ അടിപൊളിയായിട്ടുള്ളൊരു നല്ല കുഷനി ഒരു സീറ്റ് ഞങ്ങൾ പിടിച്ച് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മുടെ മാത്രമല്ല ഒരുപാട് ഡിഫറെൻറ്റ് ക്രൂയിസസ് ഈ ഇതിൽ കൂടെ പോകുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതിന് സിമിലർ ആയിട്ടുള്ളൊരു ഷിപ്പിലാണ് നമ്മളും ഇരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുമാത്രമല്ല ചുറ്റുമുള്ള കാഴ്ചകൾ, ഈ മലനിരകളും അതേപോലെ തന്നെ പൈൻമര കാടുകളും, അങ്ങനെ നല്ല നല്ല ആംബിയൻസ് ഉള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു സാധനമായിരുന്നു. അതുമാത്രമല്ല നമ്മുടെ ഗൈഡ് നമുക്ക് ഓരോ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് നമ്മൾ ചുറ്റും കാണുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗൈഡും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോകുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് പ്രത്യേകത, അല്ല എത്ര ഡെപ്ത് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് നമ്മൾ കാണാൻ പറ്റുന്ന ഒരു ക്യാസ്റ്റിലാണ് ഒരു ക്യാസ്റ്റിൽ എന്ന് പറയുന്നത്. ഈ ക്യാസ്റ്റിൽ എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്യാസ്റ്റിലാണ്. അതിനുശേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇത് അവസാനമായിട്ട് ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്നത് ഏകദേശം 332 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 1692. അപ്പം സ്കോട്ടിഷ് ഇൻഡിപെൻഡൻസിൻ്റെ കാലത്തൊക്കെ ഒരുപാട് പ്രാധാന്യം വഹിച്ചിരുന്ന ക്യാസ്റ്റിലാണ്. അതുമാത്രമല്ല സ്കോട്ട്ലൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ക്യാസ്റ്റിലും ഇത് തന്നെയാണ്. അപ്പോൾ ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ സ്ഥലം എല്ലാ വർഷവും കാണാൻ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ക്യാസ്റ്റിലാണ്. ഇതിൻ്റെ സൈറ്റിങ്ങും നമുക്ക് ഈ ക്രൂയിസിനോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. അതിനടുത്തൂടെ തന്നെ നമ്മളെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ക്യാസ്റ്റിലും ഇതിൻ്റെ പരിസരങ്ങളും എല്ലാം നമ്മളെ നല്ലപോലെ കാണിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നാലും നമുക്ക് കയറാൻ പറ്റും. പക്ഷേ അതിനും എൻട്രി ഫീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ക്രൂയിസ് കൺട്രോളിൽ പോവുകയാണെങ്കിൽ എൻട്രി ഫീസൊന്നും ഇല്ലാതെ നമുക്ക് പുറത്ത് നിന്ന് ഇതിൻ്റെ കാഴ്ചകൾ കറക്റ്റായിട്ട് കാണാനും ആസ്വദിക്കാനും സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ച് വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അപ്പം ദൂരെ ആളുകൾ നടന്നു പോകുന്ന കാണാൻ ചെറിയ പൊട്ടുകൾ പോലെയാണ്. അപ്പോൾ ഈ ക്രൂയിസ് കൺട്രോൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം നിർത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആൾ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് പുള്ളിക്കാരനെ ഈ വണ്ടി ഓടിക്കുകയും അതേപോലെ തന്നെ ഈ ബോട്ട് ഓടിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണിക്കുന്ന സ്ക്രീനിൽ നിന്ന് താഴെ എത്ര മീനുകളുണ്ടെന്നും ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല മൊത്തത്തിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസുമായിട്ട് ഞങ്ങൾ 1.5 മണിക്കൂർ ക്രൂയിസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് വരുവാണ്. കുറച്ച് ആളുകളെ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതും അവർ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വാനുമായിട്ട് വന്നിട്ടുണ്ട്. ആ വാനിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. നമ്മൾ നേരത്തെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതും. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്നപ്പം ഫൈറ്റർ ജെറ്റ് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ കണ്ടു. നല്ല രസമാണ് കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഈ ലോക്നസിൽ വരുന്ന ആളുകൾക്കെല്ലാം മിക്കപ്പോഴും ഇതേപോലെ ഫൈറ്റർ ജെറ്റുകളുടെ സൈറ്റിങ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ആ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പിടിച്ച് 3 മണിക്കൂറിന് ഞങ്ങൾ വണ്ടി ഓടിച്ച് അടുത്ത സ്ഥലത്തെത്തി. ഈ സ്ഥലം എന്ന് പറയുന്നത് നെവിസ് റേഞ്ച് മൗണ്ടൻ ഗോണ്ടോള എന്ന് പറയുന്ന സ്ഥലമാണ്. ബേസിക്കലി സ്പീക്കിംഗ് ഗോണ്ടോള എന്ന് പറയുന്നത് ഒരു കേബിൾ കാർ സിസ്റ്റത്തിനെയാണ് ഗോണ്ടോള എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നെവിസ് റേഞ്ച് മൗണ്ടൻ ഗോണ്ടോള. ഇതെന്ന് പറയുന്നത് നെവിസ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബെൻ നെവിസ് എന്ന് പറഞ്ഞ UK തന്നെ അല്ലെ സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ചാണ്. അപ്പോൾ ബെൻ നെവിസിൻ്റെയും അതേപോലെ നെവിസ് റേഞ്ചിൻ്റെയും എല്ലാം അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റുന്ന നല്ല ഹൈറ്റിലുള്ള ഒരു കേബിൾ കാറാണ്. UK തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് കേബിൾ കാറിൽ എത്തിക്കുന്ന ഒരു കാഴ്ചയാണിത്. അപ്പം ഈ ഒരാൾക്ക് പെർ അഡൽട്ടിന് വരുന്നത് ഏകദേശം 33 പൗണ്ടാണ് വരുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്തിട്ട്, ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ല. അപ്പം നമ്മളിവിടെ വന്ന് നമ്മൾ ഈ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിൾ കാർ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമുക്ക് ആ കേബിൾ കാറിനകത്ത് കയറാൻ സാധിക്കും. അതുമാത്രമല്ല ഈ നെവിസ് റേഞ്ചിന് ഒരുപാട് അഡ്വഞ്ചർ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞത്ത് വരുവാണെങ്കിൽ ഇവിടെ സ്കീയിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ നിന്ന് സ്കീയിങ്ങിന് പോകുന്ന ആളുകളെ ടോപ്പിലേക്ക് എത്തിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ സൈക്കിള് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അതായത് ബൈക്ക് റൈഡുകൾ, അഡ്വഞ്ചർ ബൈക്ക് റൈഡുകളുണ്ട്. അപ്പോൾ ആ ബൈക്കും ഈ കേബിൾ കാറിനകത്ത് തന്നെ നമുക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് താഴെ സൈക്കിൾ ഓടിച്ച് വരാനും പറ്റും. അതും റെൻറ്റിനെടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കയറി നല്ല അടിപൊളി ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ചെറിയൊരു തണുപ്പും എന്നാൽ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടയർഡാണെങ്കിലും ഈ മുകളിലോട്ട് പോകുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കൗതുകം, ആ ഒരു കൗതുകമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഞങ്ങളുടെ ടീം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞങ്ങൾ 3 പേര് ഒരെണ്ണത്തിനകത്തും 3 പേര് മറ്റൊരെണ്ണത്തിനകത്തും കയറിയേ. അപ്പോൾ പോകുന്ന വഴിക്ക് പൈൻമരക്കാടുകൾക്കിടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു കാഴ്ചകളാണ്. മുകളിൽ കുറച്ച് കോടമഞ്ഞൊക്കെ നിൽക്കുന്നത് നമുക്ക് ദൂരെ കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ ഈ യാത്രകൾ എൻജോയ് ചെയ്ത് കാട്ടിനകത്തൂടെ പോകുന്ന ഈ ചെറിയ യാത്രകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ടീം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ഞങ്ങൾ അന്നേരം കയറിയ ഒരു ഇമ്പൾസീവായിട്ട് ഞങ്ങൾ ചെയ്തൊരു ഡിസിഷനായിരുന്നു. പക്ഷേ നമ്മൾ രണ്ട് കേബിൾ കാറിനകത്തായി പോയി. പക്ഷേ അങ്ങനെ ഞങ്ങൾ പയ്യെ
സംസാരിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഹൈറ്റ് പേടിയുള്ള ആളുകൾക്ക് ഈ ഒരു ആദ്യത്തെ പകുതി അല്ലെ ആദ്യത്തെ ഒരു കാൽ ഭാഗത്ത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം കുറച്ച് നിരപ്പായ സ്ഥലത്തൂടാണ്, അല്ലെ കൂടുതൽ ഇൻക്ലിനേഷൻ ഇല്ലാത്ത സ്ഥലത്തൂടാണ് പോകുന്നത്. പക്ഷേ ഒരു പോയിൻ്റ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ കയറ്റമാണ് മുകളിലോട്ട്. അപ്പം അത് സ്പീഡിലല്ല കേട്ടോ, പയ്യെ തന്നെയാണ് കയറുന്നത്. പക്ഷേ ഹൈറ്റ് പേടിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പം നേരെ മുകളിലേക്കാണ് ഈ കേബിൾ കാർ പോകുന്നത്. ചുറ്റുമുള്ള മരങ്ങൾ കണ്ടോ, ആ മരങ്ങളുടെ ഏറ്റവും മുകളിലത്തെ കാഴ്ചകൾ, അത് നമ്മൾ സാധാരണ എപ്പോഴും മരങ്ങളെ താഴെ നിന്ന് കാണുന്നതിന് പകരം നമ്മൾ മരങ്ങളെ മുകളിൽ നിന്ന് കാണുന്നൊരു കാഴ്ച, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ മുകളിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയെ 15 മിനിറ്റ് കൂടുതലുണ്ട് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഓരോ ഹൈറ്റ് കൂടുന്നതനുസരിച്ചും ദൂരോട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ, അല്ല ഹൊറൈസൺ ഒത്തിരി മുന്നോട്ട് പോകുന്ന പോലെ, അതായത് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ഭംഗിയായി വരുന്നുണ്ടായിരുന്നു ദൂരമായിട്ടുള്ള കാഴ്ചകൾ. അങ്ങനെ 15-20 മിനിറ്റിന് ശേഷമാണ് ഞങ്ങൾ ഏകദേശമൊക്കെ മുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ നോക്കി കാണാൻ പറ്റും. ഇത് കണ്ടോ, സൈക്കിളുകൾക്ക് പോകാൻ വേണ്ടിയുള്ള ട്രയൽസ് വളഞ്ഞ് അവർ പണിതിട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് സൈക്കിളുകാർ ഇതുപോലെ സൈക്കിൾ ഓടിച്ച് അവരുടെ അഡ്വഞ്ചറസ് സൈക്കിൾ റൈഡുകൾ നടത്തുന്നത് ഞങ്ങൾ കാണാൻ സാധിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു 20 മിനിറ്റിൻ്റെ യാത്രക്കൊടുവിൽ ഞങ്ങൾ മുകളിലെത്തി. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കേബിൾ കാർ യാത്ര തന്നെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്ന സമയത്ത് വിചാരിച്ചായിരുന്നു 30 പൗണ്ട് അല്ലെങ്കിൽ 33 പൗണ്ട് പെർ ഹെഡ് കൊടുത്തിട്ട് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു യാത്ര പോകേണ്ട ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അതിനുള്ള വെർത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഇവിടെ മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് 2 വാക്കിംഗ് ട്രയലുകളുണ്ട്. ഒന്ന് നമുക്ക് റൈറ്റ് സൈഡിലോട്ടും ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും പോകാൻ പറ്റുന്നത്. ഒന്ന് കുറച്ച് ഈസിയർ ആയിട്ടുള്ള വാക്കിംഗ് ട്രയലാണ്, ഒന്ന് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രയലാണ്. പക്ഷേ ഞങ്ങൾ ഇച്ചിരി ടയർഡായിരുന്നുകൊണ്ട് ഞങ്ങൾ വാക്കിംഗ് ട്രയലിന് പോയില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നമുക്കിവിടെ നിന്ന് കിടിലം ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഞങ്ങളെടുത്ത് 1-2 ഫോട്ടോസ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ഈ ഒരു വ്യൂവിനെ കുറച്ചുകൂടെ അടുത്ത് നമ്മളെ വാക്കിംഗ് ട്രയലിലൂടെ അപ്പുറത്തോട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അതിനടുത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ വാക്കിംഗ് ട്രയലിൽ അറ്റത്ത് നിന്നിട്ട്, അത് ഒത്തിരി ഹൈക്കൊന്നുമില്ല കേട്ടോ, ഒത്തിരി മുകളിലോട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. നമുക്ക് നിരപ്പായ പ്രതലത്തിൽ കൂടെ വന്ന് അതിൻ്റെ അടുത്ത് പോയി നമുക്ക് അതിൻ്റെ വ്യൂസ് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന മലകളുടെ എല്ലാം ഒരു മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ മലകളും ഏതൊക്കെയാണെന്നും ഏതൊക്കെ മലക്ക് ഏതൊക്കെ പേരാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചായ കുടിക്കണമെങ്കിലോ ഭക്ഷണം കഴിക്കണമെങ്കിലോ അതിനു വേണ്ടിയുള്ള ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അല്പം മദ്യപിക്കുന്ന ആളുകൾക്ക് മുകളിൽ നിന്ന് മദ്യം കഴിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ മദ്യപിക്കാത്തതുകൊണ്ട് നമ്മൾ ചായയൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ചായയും കാപ്പിയും മാത്രമല്ല കേട്ടോ, കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കിട്ടും. അപ്പം മുകളിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് കത്തി റേറ്റ് ആണ്. പക്ഷേ എന്നാലും ഈ മലമുകളിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കടയല്ലാതെ വേറൊരു കടയെ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഈ ഒരു മലനിരകളുടെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഏകദേശം ഞങ്ങളൊരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളവിടെ താഴെ ഇറങ്ങി. അടുത്ത നമ്മൾ പോകുന്ന സ്ഥലമാണ് നെപ്റ്റ്യൂൺ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞ അടിപൊളി ഒരു സ്ഥലം. ഈ ഒരു നെപ്റ്റ്യൂൺ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഈ സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹൈറ്റിൽ നിന്ന് ബോട്ടുകളെയും അതേപോലെ തന്നെ ഷിപ്പുകളെയൊക്കെ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് തട്ടായിട്ട് പണിതേക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് പണിതത് 1803 മുതൽ 1822 വരെയുള്ള കാലഘട്ടത്തിൽ പണിതയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ബോട്ടിനെയോ ഷിപ്പിനെയോ എത്തിക്കാൻ 90 മിനിറ്റ്, അതായത് ഏകദേശം 1.5 മണിക്കൂറോളം സമയം വേണ്ടി വരും. ഓരോ ഗേറ്റിനും, നിങ്ങൾ ഈ കാണുന്ന ഓരോ ഗേറ്റിനും വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 22 ടണ്ണാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 180 അടിയും അതേപോലെ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഓരോ സാധനത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 64 അടിയുമാണ് ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യം ഇത് പണിത കാലത്ത് ഇത് ഹാൻഡ് പവേർഡ് ആയിരുന്നു. ഇത്രയും വെയിറ്റുള്ള 22 ടണ്ണ് വെയിറ്റുള്ള ഈ ഓരോ ഗേറ്റും തുറക്കുന്നത് ഹാൻഡ് പവേർഡ് ആയിട്ടുള്ള സിസ്റ്റമായിരുന്നു. മനുഷ്യന്മാർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പം കുറേ മോഡേണൈസ് ആയതിനു ശേഷം ഇതെല്ലാം ഹൈഡ്രോളിക് സിസ്റ്റമായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ സമയം 90 മിനിറ്റ് എടുക്കും ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടിപൊളി ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ മെക്കാനിസം നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ 1800-കളിൽ ഇത്തരം ടെക്നോളജികളൊന്നും ഇല്ലാതിരുന്ന കാലത്തും ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു എഞ്ചിനീയറിംഗ് മാർവൽ കാണുമ്പം വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഇത് കണ്ടിരിക്കാനും മാത്രമുള്ളൊരു കാഴ്ചയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി എന്തിനാണ് പോകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് കണ്ടോ, ഒരു സൈഡിൽ വെള്ളം കുറവും ഒരു സൈഡിൽ വെള്ളം കൂടുതലും.
അപ്പോൾ അങ്ങനെ ഈ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ രാത്രിയിൽ നല്ല ടയർഡായതുകൊണ്ട് തന്നെ വിശ്രമിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. എയർബിഎൻബിയിൽ നിന്ന് ബുക്ക് ചെയ്ത വീടാണ്. ഇതൊരു 2 ബെഡ്റൂം ഹൗസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിച്ചണുണ്ട്, എല്ലാ അക്സസറീസും ഉണ്ട്, കെറ്റിലും വാഷിംഗ് മെഷീനും ഡ്രയറും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു രാത്രി താമസിക്കാനുള്ളതിനേക്കാളും മോർ ദാൻ എനഫ് സാധനമുണ്ട്. പിന്നെ കൗതുകം ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോഞ്ചിലെന്ന് പറഞ്ഞാൽ ഹീറ്ററല്ല, പകരം മറ്റേ തടി കത്തിച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഓണാക്കിയില്ല. പക്ഷേ അവർ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ മാത്രമല്ല വൈഫൈ എല്ലാം കണക്റ്റ് ആയിട്ടുള്ള TV ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡബിൾ ബെഡ് ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ക്വിൽറ്റും സാധനങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. നമ്മൾ എയർബിഎൻബി ത്രൂ ആണ് കേട്ടോ ബുക്ക് ചെയ്തത്. നമുക്കൊരു ദിവസത്തേക്ക് ഏതാണ്ട് 180-200 കൊണ്ടൊക്കെ കണ്ടാണ് വന്നത്. അതുപോലെ ഡബിൾ ബെഡും ഉണ്ട്. അപ്പം മൊത്തത്തിൽ കൊള്ളാം. ഡബിൾ ബെഡ് അല്ല കേട്ടോ, 2 സിംഗിൾ ബെഡ്, പിന്നെ അതേപോലെ തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് പ്രോപ്പർ നമ്മളൊക്കെ താമസിക്കുന്ന പോലത്തെ ഒരു ആവറേജ് വീട് പോലത്തെ ആയിരുന്നു. പക്ഷേ പ്രൈസ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇൻവെർണസിലാണ് ഞങ്ങൾ ഇന്നത്തെ രാത്രി താമസിക്കുന്നത്. നാളെ ഞങ്ങൾ ഫാൽക്രിക്കിലോട്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അടിപൊളി കാഴ്ചകളാണ് നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തുടർന്നുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിലാണ് പറയുക ഗുഡ് ബൈ.